ഹലോ നമസ്കാരം. പൃഥ്വിരാജ് സുകുമാരൻ. എന്താണ് പൃഥ്വിരാജ് ഇത്? അത് കണ്ടുപഠിക്കൂ. എന്നാ പിന്നെ പൃഥ്വിരാജ് ഒരു കാര്യം ചെയ്യട്ടെ. വീട്ടിൽ ഒരുപാട് കാറുകളൊക്കെ ഉണ്ടല്ലോ. ഒരു കാർ എടുത്തിട്ട് നേരെ തരുൺമൂർത്തിയുടെ വീട്ടിലേക്ക് പോട്ടെ. വെറും കൈയോടെ പോകണ്ട. കയ്യിലൊരു പുസ്തകവും പെന്നും ഒക്കെ വേണം. ഇരിക്കട്ടെ. പുസ്തകം എന്ന് പറയുന്ന സമയത്ത് വരയിട്ട നോട്ട് തന്നെ ആയിക്കോട്ടെ. പിന്നെ കയ്യിൽ മറ്റേ വെറ്റിലയും അടയ്ക്കയും കുറച്ച് ചുണ്ണാമ്പും ഉറുപ്പിയുടെ കോയിനും പിന്നെ ഒരു മുണ്ടും കൈ കരുതണം. തരുൺമൂർത്തിക്ക് ഗുരുദക്ഷിണയായിട്ട് കൊടുക്കാനേ. പൃഥ്വിരാജ് അത് കൊടുത്തിട്ട് തരുൺമൂർത്തിയുടെ അടുത്ത് ചോദിക്കട്ടെ, തരുണേട്ട എങ്ങനെയാണ് സിനിമ എടുക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ? മോഹൻലാലിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അപ്പോൾ തരുൺമൂർത്തി കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ പൃഥ്വിരാജ് അതൊക്കെ കൃത്യമായിട്ട് വരയിട്ട നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കട്ടെ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അത് കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി പൃഥ്വിരാജ് അടുത്തൊരു സിനിമ എടുക്കുന്ന സമയത്ത് ഗംഭീരാക്കട്ടെ. ലാലേട്ടനെ ഗംഭീരമായിട്ട് പൃഥ്വിരാജ് ഉപയോഗിക്കട്ടെ. എന്തു പറയണം? അല്ല, കുറേ ആളുകൾക്ക് ഭയങ്കര സങ്കടം. എന്താ പിന്നെ ആ സങ്കടം അങ്ങോട്ട് ഇതോടുകൂടി മാറിക്കോട്ടെ എന്ന് ഞാനും കരുതി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. എൻ്റെ ഭാഗത്തുനിന്നും കൂടി എന്തെങ്കിലും പറയണമല്ലോ. അല്ല പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്താ ഉദ്ദേശിച്ചത് വല്ലതും മനസ്സിലായ? ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് തോന്നിയ രീതിയിൽ പറഞ്ഞെന്ന് മാത്രം. എടോ, ഇപ്പോൾ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. തരുൺമൂർത്തിയെ കണ്ട് പഠിക്കണോ അത്ര പൃഥ്വിരാജ്. ഇതാണ് ഇപ്പോൾ ഡയലോഗ്. അങ്ങനെ FB-യിൽ കുറേ പോസ്റ്റുകളും പിന്നെ പല കമൻറ്റുകളൊക്കെ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടരും സിനിമ ഇറങ്ങിയതിന് ശേഷം എന്തിനാണ്? തുടരും ഞാനും കണ്ടു. എൻ്റെ ഒപ്പീനിയൻ വീഡിയോ അവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് എനിക്ക് ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു പെർഫോമൻസ് ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. ഗംഭീര സിനിമ തന്നെയായിരുന്നു, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. തരുൺമൂർത്തി നല്ല ഗംഭീര സംവിധായകനുമാണ്, അതും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ആ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ആളുകൾ കൂടുതൽ എന്താ പറയുക, ആ ഒരു സിനിമ എങ്ങനെ ഇരിക്കുന്നു, ആ ഡയറക്ടർ എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇടയിൽ കൂടെ പൃഥ്വിരാജിനെ പണി പഠിപ്പിച്ചു കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്താണ് തരുൺമൂർത്തിയെ കണ്ട് പഠിക്കണം എന്നുള്ള രീതിയിലുള്ള എന്താ പറയുക ഉപദേശങ്ങളൊക്കെയാണ് ആൾക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പൃഥ്വിരാജിനെ ചീത്തയും തെറിയൊക്കെ വിളിക്കുന്ന ആളുകൾ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല. കടവുള പോലെ ലൂസിഫർ ആരാ എടുത്ത? പൃഥ്വിരാജ് തന്നെയല്ലേ ഡയറക്ട് ചെയ്തത്? അതോ വേറെ വല്ലവരുമാണോ ഡയറക്ട് ചെയ്തത്? എൻ്റെ അറിവിൽ അത് പൃഥ്വിരാജ് തന്നെ ഡയറക്ട് ചെയ്തൊരു സിനിമയാണ്. ഗംഭീര സിനിമയായിരുന്നു. ഒരുപാട് ലെയേഴ്സ് ഉള്ളൊരു സിനിമയായിരുന്നു. ആ സമയത്ത് ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും പൃഥ്വിരാജിനെ തലയിൽ കൊണ്ട് നടന്നു. പൃഥ്വിരാജ് ലാലേട്ടനെ തന്നു, ലാലേട്ടനെ കാണിച്ചു തന്നു, ലാലേട്ടനെ നന്നായിട്ട് ഉപയോഗിച്ചു, അത്രയും നാളും നമ്മൾ മിസ് ചെയ്ത ഒരു കൈൻഡ് ഓഫ് ലാലേട്ടനെ നമുക്ക് പൃഥ്വിരാജ് കുറേ നാളുകൾക്ക് ശേഷം കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊക്കിയടിയായിരുന്നു പൃഥ്വിരാജിനെ. വാവ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം മേക്കർ ഇൻ ഇന്ത്യ എന്നൊക്കെ രീതിയിൽ തലകേറ്റി വെച്ച ആൾക്കാരാണ് കുറേയൊക്കെ. എല്ലാവരും അല്ല, പക്ഷെ ചില ആൾക്കാർ ഇപ്പോൾ വല്ലാതെ അങ്ങോട്ട് കടന്നിട്ട് അങ്ങേരെ ചവിട്ടിത്താഴ്ത്തുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, എന്താ പറയുക, ജെനുവിൻലി എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ട്. അത് ഞാനും പറയാം. ലൂസിഫറും എമ്പുരാനും വെച്ച് നോക്കുകയാണെങ്കിൽ ലൂസിഫർ തന്നെയാണ് ഗംഭീര സാധനം. എനിക്കാണെങ്കിൽ ലൂസിഫർ തന്നെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമ. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ലൂസിഫറിൻ്റെ നേരെ താഴെ തന്നെ വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ എമ്പുരാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ബട്ട് എമ്പുരാൻ ഓവറോൾ നോക്കുകയാണെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. വിവാദം മാറ്റൂ, വിവാദത്തിൻ്റെ പേരിൽ ആ സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഇഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ ജെനുവിൻലി ഒരു സിനിമ ലവർ അല്ലെങ്കിൽ സിനിമ ഒരു 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 സാധാ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ആ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവരും ഒരു ആവറേജ് ഫീൽ തോന്നിയ ആളുകളും ഒക്കെ ആക്ച്വലി ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഒരു പടം ഇറങ്ങുമ്പോഴേക്കും അതിപ്പോൾ വിവാദത്തിൻ്റെ പേരിൽ പൃഥ്വിരാജിനോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്ന ആൾക്കാരാണെങ്കിലും ശരി, സിനിമ ജെനുവിൻലി ഇഷ്ടപ്പെടാതിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതിനെ വിവാദത്തിൻ്റെ പേരിൽ ആ ഒരു രാഷ്ട്രീയം പറയുകയാണെങ്കിൽ പറയാം, പോട്ടെ. സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പറയാം, അതിൻ്റെ കാരണങ്ങൾ പറയാം. ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക, മറ്റേ പൃഥ്വിരാജ് പണി പഠിക്കണം, തരുൺമൂർത്തിയുടെ തുടരും കണ്ട് പഠിക്കൂ അല്ലെങ്കിൽ തരുൺമൂർത്തിയെ കണ്ട് പഠിക്കൂ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ടേമിൻ്റെ
കാര്യം എന്താണെന്നുള്ളത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആൾക്കാർ ഇത്ര ഡബിൾ സ്റ്റാൻഡേർഡ് ആകരുത്, അല്ലെങ്കിൽ ഒരു നിലപാടില്ലാത്ത ആളുകൾ ആയി മാറരുത്. കുറേ ഇങ്ങനെ പൊക്കിപ്പിടിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് താഴ്ത്തിപ്പിടിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നല്ല സാധനം വന്നാൽ പിന്നെയും പൊക്കിപ്പിടിക്കും, പിന്നെയും താഴ്ത്തിപ്പിടിക്കും. ഞാൻ പറയുന്നത് എന്താ പറയുക, നല്ലത് തന്നെ ഒരു സാധനം ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല. വിമർശനങ്ങൾ ഉണ്ടാവും, ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ ആക്ച്വലി ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ എന്താ പറയുക, പണി അറിയാത്ത ഒരാള് അല്ലെങ്കിൽ പണി പഠിക്കേണ്ട ഒരാള്, ഇന്നാളെ കണ്ട് പഠിക്കേണ്ട ഒരാള്, എന്താ ഒരു ഒറ്റയടിക്ക് അയാളെ ഒരൊറ്റ താഴേക്ക് ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, കംപ്ലീറ്റ്ലി ഒറ്റയടിക്ക് 100 0 കൊണ്ടുവന്നിട്ട് ഇടുന്ന ഒരു പ്രവണത ഉണ്ട് ആളുകൾക്ക്. അതിനോടാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. ഞാൻ വീണ്ടും പറയണം, അത് വിവാദത്തിന്റെ പേരിൽ അയാളോടുള്ള വെറുപ്പിന്റെ പേരിൽ ഈ ഒരു ഡയലോഗ് പറയുന്ന ആൾക്കാരായിക്കോട്ടെ, പടം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഈ ഒരു ഡയലോഗ് പറയുന്നതായിക്കോട്ടെ, അതിനോട് എനിക്ക് ആക്ച്വലി യോജിപ്പില്ല. അല്ലാത്ത ഏത് വിമർശനങ്ങളും ഒരു സൈഡിൽ കൂടെ പൊയ്ക്കോട്ടെ, നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല, അത് ആ വഴിക്ക് പോട്ടെ. ഇപ്പം ഈ മറ്റേ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അയാൾ മലൈക്കോട്ടെ വാലിബൻ ചെയ്യുന്നത് വരെ അയാളുടെ ഫിലിമോഗ്രഫി എടുത്ത് നോക്ക്, എല്ലാം നല്ല ഗംഭീര സിനിമയാണ്, എല്ലാവരും അയാളെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് അയാൾ ഭയങ്കര സംഭവം എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു നടന്ന്. പക്ഷേ പടം ഇറങ്ങിയ സമയത്ത് അതും ഒരു മിക്സഡ് ടു ബിലോ ആവറേജ് റെസ്പോൺസ് കൈൻഡ് ഓഫ് ഒക്കെയാണ് വന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ ആ സിനിമയെ വിമർശിക്കുക എന്നുള്ളത് അല്ലാണ്ട് അയാൾ തന്നെ ആൾക്കാരൊക്കെ കൂടി ഒറ്റയടിക്ക് 100 0 കിട്ടും, ചീത്തവിളിയും തെറിവിളിയും ബഹളവും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇതാണ് സോഷ്യൽ മീഡിയ. ഒരാളെ ഇഷ്ടപ്പെടാനും വെറുക്കാനും ചെറിയ കാരണമോ വലിയ കാരണമോ എന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി, പൊക്കലും താഴ്ത്തലും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് ഒരു സൈഡിൽ കൂടെ കഴിയും. എന്ത് പറയാനാണ് അതിൽ കൂടുതലൊക്കെ. എമ്പുരാൻ സീരിയസ്ലി പറയുകയാണെങ്കിൽ യെസ്, ഇപ്പോൾ അതിൽ വിവാദപരമായ കാര്യങ്ങൾ, അത് പൊളിറ്റിക്സ് ആണ്, അതിനെക്കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വേറെ വീഡിയോ ഇരുന്ന് ചെയ്യേണ്ടി വരും. അത് താല്പര്യമില്ല വീണ്ടും അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഡിസ്കസ് ചെയ്യിപ്പിക്കണ ശരിയല്ലല്ലോ. അതിൽ വിവാദപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നെ ഡിസ്കസ് ചെയ്യിക്കപ്പെട്ടു, ഓൾറെഡി ഒരു അൽക്കൂലത്ത് ലെവലിലേക്കൊക്കെ ആയി. പക്ഷെ എന്ത് ഉണ്ടംപുരിയാണെങ്കിലും ഒരു സിനിമ എന്നുള്ള രീതിയിൽ അതിനെ നോക്കിക്കാണുന്ന സമയത്ത് മേക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ സംഭവം പൃഥ്വിരാജ് ടോപ്പ് നോച്ചായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. മേക്കിംഗ് വാസ് ഗുഡ്. ആൻഡ് വിവാദപരമായ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും എല്ലാം ഒരു സൈഡിൽ കൂടെ ആക്ച്വലി ഉണ്ടാവും. ബട്ട് ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മേക്കിംഗ് വാസ് ഗ്രേറ്റ് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അത് വിരോധവും അല്ലെങ്കിൽ ആ പടം ഇഷ്ടപ്പെടാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ വെറുതെ ഇയാൾക്ക് പണി അറിയില്ലെന്നോ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പറയും എന്നുള്ളതാണ്. അതിലെ കൺസെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ പൃഥ്വിരാജ് തന്നെ ചെയ്തൊരു സിനിമയാണ് മറ്റേ ബ്രോഡാഡി എന്ന് പറയുന്നൊരു സിനിമ. ബ്രോഡാഡിയിൽ ഇപ്പം എന്ത് കഥയാണ് ആക്ച്വലി ഉള്ളത്? ഒരു സാധാരണ ഹിന്ദിയിലൊക്കെ ആ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ആക്ച്വലി കണ്ടുണ്ട്. പക്ഷെ അത് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് OTT-യിലാണെങ്കിൽ അത് കണ്ടിരിക്കാനുള്ളൊരു ഒരു രസം ഉണ്ടായിരുന്നു. അതിങ്ങനെ കണ്ടിരിക്കാം, ലൈക്ക് അത് അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ബട്ട് അത് വേറെ വല്ല ആൾക്കാരുമാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു കഥേനെ ഡയറക്ഷൻ കൊണ്ട് ആ രീതിയിലേക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് സോ. അത് പൃഥ്വിരാജ് ആയതുകൊണ്ട് അത് പിന്നെ നല്ല രീതിയിൽ അത് എടുത്തു വെച്ചു, കാണാൻ രസമൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ആസ് എ ഫിലിം മേക്കർ, ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജിനെ നോക്കുകയാണെങ്കിൽ അയാൾ പണിയറിയാവുന്ന ചങ്ങാതി തന്നെയാണ്. അതിപ്പോൾ എമ്പുരാൻ മിക്സഡ് ആയി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ പണിയറിയാത്ത ഒരാളോ അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടു പഠിക്കേണ്ട ഒരാളോ ആവുന്നൊന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേറെ കുറേ ആൾക്കാർ പറയുന്നത് എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് കുറേ തള്ളി മറിച്ചു, ഭീകരമായ തള്ളാണ് ആ സിനിമയ്ക്ക് ഉണ്ടായത്, തുടരും കണ്ടോ, അത് വലിയ തള്ളുകളോ വലിയ സംഭവങ്ങളോ ഒന്നും ഇല്ലാതെ വന്നിട്ട് ഭയങ്കര ഹിറ്റിലേക്ക് പോയി, എമ്പുരാൻ ഇത്രയും തള്ളിയിട്ട് എന്താണ് ഈ മിക്സർ ലെവലിലേക്കൊക്കെ ആയി എന്നൊക്കെയുള്ള രീതിയിൽ ആക്ച്വലി പറയുന്നുണ്ട്. കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കണം. ഒന്നാമത്തെ കാര്യം, എമ്പുരാൻ എന്ന് പറയുന്നത് വേറൊരു ജോണറിൽപ്പെട്ട സിനിമയാണ്, തുടരും എന്ന് പറയുന്നത് വേറൊരു ജോണറിൽപ്പെട്ട സിനിമയാണ്. അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഈ തള്ളിൻ്റെ കാര്യം, ഈ തള്ളെന്ന് പറയുന്നത് ഈ പ്രൊമോഷൻസിനെ വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്.
എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം വലിയൊരു ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമയാണ് ഒന്ന്. പിന്നെ രണ്ട്, മലയാളത്തിൽ മാത്രം ഇറങ്ങിയ സിനിമയല്ല, മലയാളത്തിലും പിന്നെ മറ്റ് പല ഭാഷകളിലും ഇറങ്ങാനിരുന്ന സിനിമയാണ് എമ്പുരാൻ. അപ്പോൾ ആ സിനിമയുടെ ജോണർ, ആ സിനിമയുടെ സ്കെയിൽ ഡിസേർവ് ചെയ്യുന്ന ലെവലിലുള്ള പ്രൊമോഷൻ വേണം. അതവർ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ അവർ ചെയ്തു, എല്ലായിടത്തും നടന്ന് ചെയ്തു. പിന്നെ എമ്പുരാൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രൊമോഷൻ ചെയ്തതിൻ്റെ പേരിൽ അതവർ തള്ളി, അല്ലെങ്കിൽ അവർ പറഞ്ഞ് ഹൈപ്പ് കയറ്റി എന്ന് പറയുന്ന സംഗതിയോടൊന്നും ബുദ്ധിയുള്ളവർക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ തന്നെ എൻ്റെ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സിനിമയ്ക്ക് ആക്ച്വലി ഭീകരമായൊരു പ്രൊമോഷൻ്റെ കാര്യം, പ്രൊമോഷൻ ചെയ്യണം, നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് ഭാഷയിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ്. സോ ഒരുപാട് ആളുകളിലേക്ക് അത് എത്തണം, ഇറങ്ങണതിനെ കുറിച്ചിട്ട് അറിയണം. മലയാളത്തിൽ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും ആൾക്കാർ കാണും, ബട്ട് വെളിയിലേക്ക് അത് അത്യാവശ്യം തന്നെയാണ്. പക്ഷെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും, ഈ പറഞ്ഞ സോക്കോൾഡ് തള്ളിയില്ലെങ്കിലും, ഓർഗാനിക്കായിട്ട് ആ ഒരു സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടായിരുന്നു. ഓർഗാനിക്കായിട്ട്, ഫോഴ്സ്ഫുള്ളി അല്ലാത്തൊരു ഹൈപ്പ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിന് തള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭയങ്കര ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഭീകരമായ ഹൈപ്പ് ഓർഗാനിക്കായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ലൂസിഫർ പോലത്തെ വലിയൊരു സിനിമ, ഒരുപാട് ലേയേഴ്സ് ഉള്ളൊരു സിനിമ, അത്രയും ഡെപ്തുള്ള കഥാപാത്രങ്ങളുള്ള സിനിമ, ഭയങ്കരമായ ഹിറ്റായൊരു സിനിമ. അതിനുശേഷം രണ്ടാമത് ഇറങ്ങാൻ വേണ്ടി പോകുന്ന വലിയൊരു സിനിമ, എബ്രഹാം ഖുറേഷിയെ കാണിക്കാൻ വേണ്ടി പോകുന്ന സിനിമ. അപ്പോൾ ഓഫ് കോഴ്സ് ആളുകൾക്ക് ആ സിനിമ കാണാനുള്ളൊരു ആക്രാന്തം ഉണ്ടാവും. നോർമലി ഓർഗാനിക്കായിട്ടൊരു ഹൈപ്പ് ഉണ്ടാവും. സോ ആ സിനിമയ്ക്ക് അത് ഉണ്ടായിരുന്നു, അതൊരു ഫാക്റ്റാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ പക്ഷെ പടം ഇറങ്ങി മിക്സായി. അത് തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇഷ്ടപ്പെടാത്തവരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, ഇഷ്ടപ്പെട്ടവരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും അവരവരുടേതായ കാരണങ്ങൾ ആക്ച്വലി ഉണ്ട്. പക്ഷെ അത് വിവാദപരമായ കാരണങ്ങളാണെങ്കിലും ജെനുവിൻലി ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടാതിരുന്ന കാരണമാണെങ്കിലും, ഇത് പൃഥ്വിരാജിനെ ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പണിയറിയാത്ത ആൾ, അല്ലെങ്കിൽ തുടരും ഇറങ്ങിയതിന് ശേഷം ഇന്നാളെ കണ്ട് പഠിക്കേണ്ട ഒരാൾ എന്ന് പറയേണ്ട ഒരു കാര്യമല്ല. പിന്നെ തുടരത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ യെസ്, അത് ആ സിനിമ ഡിസേർവ് ചെയ്യുന്നു. തുടർ എന്ന് പറയുന്നത് വലിയ സ്കെയിലിൽ ഇറങ്ങുന്ന സിനിമയോ അല്ലെങ്കിൽ ഭയങ്കര ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമയോ ഒന്നുമല്ല. അത് എന്താ പറയുക, ആ സിനിമ ഡിസേർവ് ചെയ്യുന്ന പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സാധനം മാത്രമേ അതിനെ ചെയ്തിട്ടുള്ളൂ. എമ്പുരാനായിട്ട് എങ്ങനെ പ്രൊമോഷനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുക? കാൺ ഡു ദാറ്റ്. തുടരെന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം നമുക്ക് മനസ്സിലായി ഭീകര സാധനം എന്നുള്ളത്. പക്ഷെ അത് ഇറങ്ങണതിന് മുമ്പേ അതിൻ്റെ തരുൺ മൂർത്തി അതൊരു ഫാമിലി ഫിലിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു രീതിയിലാണത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ആ ലെവലിലാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ പോയൊരു സിനിമയാണ്. അല്ലാണ്ട് തുടരത്തിന് എമ്പുരാൻ പ്രൊമോട്ട് ചെയ്ത പോലെ അവർ എല്ലാ സ്റ്റേറ്റ്സിലും പോയിട്ട് ഇത് ചെയ്യേണ്ട കാര്യം ആക്ച്വലി ഇല്ല. എമ്പുരാൻ പക്ഷെ അത് നീഡായിരുന്നു അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നത്. സോ അതൊക്കെ കുറ്റമായിട്ട്, തുടരും ഗംഭീരമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എമ്പുരാനെ എടുത്തു വെച്ച്, പൃഥ്വിരാജിനെ എടുത്തു വെച്ച് കമ്പാരിസൺസ് നടത്തി കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് ഒരു ബ്ലെയിം വെച്ച് പൃഥ്വിരാജിൻ്റെ ലൂസിഫറും ഇതിന് മുമ്പത്തെ സിനിമകളും ഒക്കെ മറന്ന് വേറൊരു ആളെ കണ്ട് പഠിക്കുക എന്നുള്ളൊരു ഡയലോഗ് ഇങ്ങേരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, പറഞ്ഞത് മാത്രം ശരിയെന്നാണ്.